നമ്മുടെ ഫോട്ടോഗ്രാഫർമാര് ചേട്ടന്മാര് കാശ് ചെലവാക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാശ് ചെലവാക്കാത്ത സ്ഥലമുണ്ട്, അത് വേറെ പറയാം. കാശ് ചെലവാക്കുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് പുതിയ പുതിയ ക്യാമറകളും ഗിയറും എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലക്ഷറി പരിപാടിയാണ്. ടൂറ് പോകല്, അടിച്ചു പൊളിക്കല്, ട്രാവല് പരിപാടികൾ, പിന്നെ ലക്ഷറി ഐറ്റംസ് മേടിക്കണതിലൊക്കെ നമ്മൾ കുറച്ച് കാശ് ചെലവാക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ കാശ് ചെലവാക്കാൻ മടിയുള്ള ഒരു സ്ഥലമാണ് ഏത്? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന്, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്, പുതിയ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന, അതിനൊക്കെ പൈസ ചെലവാക്കുന്ന സമയത്ത് കുറച്ച് പിശുക്കത്തരം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതുപോലെ മറ്റൊരു മേഖലയാണ് മാർക്കറ്റിംഗ് സൈഡിൽ. അതായത് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് തന്നെ ഇട്ടത് നമ്മുടെ വർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ അധികം പൈസ സ്പെൻഡ് ചെയ്യാറില്ല. അതൊക്കെ വേസ്റ്റ് ആണെന്നൊരു തോന്നൽ എപ്പോഴൊക്കെയോ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് നേരെ തിരിച്ചല്ലേ വേണ്ടത്? ശരിക്കും എന്താ വേണ്ടത്? നമുക്ക് മാർക്കറ്റിങ്ങും നമ്മുടെ സ്കിൽ അപ്ഡേഷനും നോളജ് അപ്ഡേഷനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും, മറ്റുള്ള കാര്യങ്ങൾ സെക്കൻഡറി ആണ്, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിന് പ്രയോറിറ്റി കുറച്ചിട്ട് ഇതിന് പ്രയോറിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് സാധ്യമാകുന്ന, നമ്മൾ തന്നെ ഡെവലപ്പ് ആവും, അതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ബിസിനസ്സും ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള നല്ല കണ്ടന്റിന് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.